നിൻ്റെ രക്ഷയുടെ അടിസ്ഥാനം നീയും ആ ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമാണ്. ഹലോ, നീ എത്ര പേരുടെ കൈവച്ചു പ്രാർത്ഥിച്ചുവോ, അവർക്ക് എത്ര പേർക്ക് വിടുതൽ കിട്ടിയോ സൗഖ്യം കിട്ടിയോ എന്നല്ല, നീ നിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഈ സഭയിൽ അല്ലെങ്കിൽ അവിടെ ഒരു പേര് കേൾക്കാൻ വേണ്ടി പല വ്യക്തികളും പല അഭ്യാസങ്ങളും ചെയ്യും. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവർത്തനം 19-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം വായിക്കുക. ഞാൻ പറഞ്ഞത്, നമ്മൾ സഭയിലായിരിക്കുമ്പോൾ വി മസ്റ്റ് ബി ഓപ്പൺ. അവർ ലൈഫ് മസ്റ്റ് ബി ഓപ്പൺ ടു ദ ലോർഡ്. ദർ മസ്റ്റ് ബി എ ജെനുവിൻനെസ് ഇൻ ആർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. സഭയിൽ വരുന്നത് കിട്ടാനായിരിക്കരുത്, ദൈവത്തിന് കൊടുക്കാനായിരിക്കണം. ആ ദൈവത്തിന് നന്ദി പറയാനായിരിക്കണം. ആ സഭയിൽ ഞാനൊരു വലിയ ആളാണ് അല്ലെ അങ്ങനെ കാണിക്കാനായിരിക്കരുത്. ഹലോ, ഡു യു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ സഭയിൽ പോകുന്നത് എന്നെ രക്ഷിച്ച എൻ്റെ ദൈവത്തെ സ്നേഹിക്കാനാണ്, അവന് എൻ്റെ ആരാധന കൊടുക്കാനാണ്, അവന് എൻ്റെ സ്നേഹം കൊടുക്കാനാണ്, അല്ലാതെ വേറെ ഒന്നും നേടാനല്ല. ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവർത്തനം 19-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെയെല്ലാം കീഴ്പ്പെടുത്തി. അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? നമുക്കറിയാം, സ്കേവയുടെ പുത്രന്മാരെ കുറിച്ച് അല്ലേ. അവർക്ക് ഇത് വേണമായിരുന്നു അല്ലേ. പൗലോസിൻ്റെ യേശു എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രാർത്ഥിക്കുന്നത് അല്ലേ. നമ്മൾ മനസ്സിലാക്കണം, യു മസ്റ്റ് ബി ഹോണസ്റ്റ് വിത്ത് ഗോഡ്. നമ്മൾ എന്നാ പറയുക, അവിടെ അവന് തന്നെ ആ സ്കേവയുടെ മക്കൾക്ക് പുത്രന്മാർക്ക് വേണ്ടി അവർക്ക് തന്നെ ഒരു പേര് കിട്ടാനും ഒരു സ്ഥാനം കിട്ടാനുമായിട്ടാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ സംഭവിച്ചത്? നഗ്നരായി മുറിവേൽപ്പിക്കപ്പെട്ടവരായിട്ട് അവർ നാണിച്ച് ഓടേണ്ടി വന്നു. ഹല്ലേലൂയ. കാരണം നമ്മൾ മനസ്സിലാക്കണം, 19-ാമത്തെ വചനം വായിക്കോ. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞിട്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ദുരാത്മാവ് ആ വ്യക്തിയെ ചെയ്തത് കണ്ടു കഴിഞ്ഞിട്ട് പല വ്യക്തികൾക്കും അവിടെ ഒരു മാനസാന്തരമുണ്ടായി. അവർ നീതിയുടെ പാതയിൽ വേണം നടക്കാനെന്നുള്ള ഒരു മാനസാന്തരം. 19-ാമത്തെ വചനം ഒന്ന് വായിച്ച്. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്കുകൂട്ടിയപ്പോൾ 50,000 വെള്ളിക്കാശ് വരുമെന്ന് കണ്ടു. ആമേൻ. സഹോദര, ടുഡേ ഈസ് എ ഡേ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ നിന്നുള്ള ആ സ്നേഹത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ടുഡേ ലെറ്റ് us burn it. Let us burn. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് there are hidden sins, unknown sins. നമ്മൾ ദൈവത്തോട് പറയണം, എല്ലാം വെളിപ്പെടുത്തി തരണം. Let us lead a life of righteousness. കാരണം അവൻ്റെ വരവ് സമയമായി. സഹോദര, അവൻ്റെ വരവിന്, യേശുവിൻ്റെ വരവിന് സമയമായി. Let us be qualified to go with him. നമ്മൾ ഈ ലോകത്തിൽ സഭയിൽ ആരാണെന്നല്ല നോക്കുന്നത്, ആ ദൈവത്തിനോട് സ്നേഹിച്ച് ആ ദൈവത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ജനമായിരിക്കണം. വചനമനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാട്ട്, അവസാനത്തെ പാട്ട് പാടണം. കത്തിച്ചാമ്പലാകുകയും എന്നെ തിളങ്ങുന്ന ഒരു മുത്താക്കണം. യെസ്, ദാറ്റ് മസ്റ്റ് ബി യുവർ പ്രേയർ. കൺസ്യൂം, ഡിസ്ട്രോയ്, ബേൺ everything in my life which is not pleasing to you. അങ്ങനെ ഒരു നമുക്ക് തീക്ഷ്ണത വേണം. കാരണം അപ്പോൾ ദൈവം വെളിപ്പെടുത്തി തരും, ഈ മേഖലയിൽ യു നീഡ് ടു ചേഞ്ച്, ഈ ഒരു മാറ്റം വരുത്തണം ഈ മേഖലയിൽ. അങ്ങനെ ദൈവം, കാരണം എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിർവഹിക്കുന്ന ഒരു ദൈവമാണ് അല്ലേ. ഹലോ, എനിക്ക് ഉണ്ടായിരിക്കുമല്ല, ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട്. പക്ഷെ ആ കുറവിൻ്റെ മുകളിൽ എനിക്കൊരു വിജയം വേണമെന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വിജയം നേടാനുള്ള ആ കൃപ ദൈവം തരും. കാരണം ആ വിജയം യേശു 2000 വർഷം മുമ്പ് കുരിശയിൽ ഏറ്റെടുത്തതാണ്. അതാണ് 1 യോഹന്നാൻ 3:8 പറയുന്നത്, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാനാണ് ദേവപുത്രൻ വന്നത്. ഐ വുഡ് മീൻ വന്ന് കുരിശയിൽ അവൻ പൂർണ്ണ വിജയം നേടി. ആ വിജയത്തിന് എനിക്ക് നിങ്ങൾക്കും പങ്കാളിത്തം തരും. എപ്പോൾ ഞാൻ ആ വിജയം വേണമെന്ന്, പാപത്തിൻ്റെ മുകളിൽ വിജയം വേണമെന്ന് ഞാൻ പറയുമ്പോൾ ദൈവം എനിക്ക് ആ വിജയം തരും. അങ്ങനെ നമ്മൾ, കാരണം ഞാൻ പറയട്ടെ, വാട്ട് വി ആർ ആക്ച്വലി പ്ലേയിങ് വിത്ത് ദിസ് ഇറ്റേണൽ ലൈഫ്.
ഹലോ, ഇത് നിസ്സാര കാര്യമല്ല കേട്ടോ. നമ്മൾ പലപ്പോഴും ഇത് നിസ്സാരമായിട്ട് വിചാരിക്കും, പക്ഷേ നിസ്സാര കാര്യമല്ല. നമ്മൾ കളിക്കുന്നത് നമ്മളുടെ വ്യക്തിപരമായ നിത്യജീവനെ കൊണ്ടാണ്. സഹോദര, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാണ്? നിത്യത പല്ല് കടിച്ച് വിലാപത്തിലും പല്ലുകടിയിലും നിൽക്കേണ്ട അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ യു മസ്റ്റ് പുട്ട് ഇൻ ഫ്രണ്ട് വാട്ട് ഈസ് അറ്റ് സ്റ്റേക്ക്. Are you with me? Hello? What is at stake? What is at stake is nothing less than your eternal life. അപ്പോൾ നമ്മൾ കാരണം പലപ്പോഴും ഭയം കൊണ്ടാണ്. ഭയം കാരണം ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ എന്നാ പറയുന്നത്, വചനത്തോട് ഒന്നെങ്കിൽ മനുഷ്യൻ്റെ പ്രീതി തേടി മനുഷ്യൻ്റെ ഭയം കൊണ്ട് മനുഷ്യനെ ഉള്ള ഭയം കൊണ്ട് വചനം അനുസരിക്കുന്നില്ല. അല്ലെങ്കിൽ യു റിജക്ട് ദ വേർഡ് ഓഫ് ഗോഡ് ടോട്ടലി വിതൗട്ട് എനി റീസൺ. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വചനം അനുസരിക്കാതെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അൺഗോഡ്ലി, ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതെ അൺഗോഡ്ലി ആയിട്ട് ജീവിക്കുന്ന പല വ്യക്തികളുടെയും അവരുടെ എന്താണ് ടു ലിവ് എൻ അൺഗോഡ്ലി ലൈഫ് ആൻഡ് ടു ഡൈ ആസ് എ റൈച്ചസ് മാൻ. ഹലോ, അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഒന്നും അനുസരിക്കാതെ അവർക്ക് തോന്നുന്നത് പോലെ ജീവിച്ചിട്ട് ഒടുക്കം മരിക്കുമ്പോൾ ഒരു നീതിമാനായിട്ട് മരിക്കാനാണ് പല വ്യക്തികളുടെയും ആഗ്രഹം. അത് നടക്കുകയില്ല സഹോദര. കാരണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു വലിയ ഓക്കെ അല്ല ഒരു ഫ്രണ്ട് അല്ലേ, പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെ ധ്യാനത്തിനൊക്കെ വരണം, യേശുവിനെ അറിയണം. അപ്പോൾ പറഞ്ഞു, എടാ മോനെ, എൻ്റെ ജോലിയിൽ കള്ളം പറയണം. കള്ളം പറയുന്നതാണ് എൻ്റെ ബിക്കോസ് മൈ വർക്ക് റിക്വയർസ് മീ ടു ലൈ. അപ്പോൾ അല്ല നോ ഐ മീൻ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അങ്ങനെ ഇതെല്ലാം എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഞാൻ വരാം. പക്ഷേ ഒരു ദിവസം രാത്രി കിടന്നു, രാവിലെ എഴുന്നേറ്റില്ല ആൾ. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ കളിക്കുന്നത് നമ്മുടെ നിത്യജീവനായിട്ടാണ്. My dear brother, my dear sister, I want to tell you, it is too great a thing to lose. നമ്മൾക്ക് ഈ ലോകത്തിൽ പല തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമായിരിക്കും. ചിലപ്പോൾ ഒരു വസ്തു വിറ്റ് കാണും, അത് വിറ്റ് കഴിച്ചിട്ട് അതിന് വില ഭയങ്കരമായിട്ട് കൂടി കാണും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കാണും, ഒരു നഷ്ടം വന്ന് കാണും. ഇതെല്ലാം താൽക്കാലികമാണ് അല്ലേ? ഹലോ, ഇതൊക്കെ നമ്മൾക്ക് എത്ര നേടിയാലും എത്ര നഷ്ടപ്പെട്ടാലും നമ്മൾ മരിക്കുമ്പോൾ യു കം ബാക്ക് ടു സീറോ. ഹലോ, പക്ഷേ ഒരു കാര്യം സീറോ ആക്കാൻ പറ്റാത്തത് നിൻ്റെ നിത്യജീവനാണ്. ആ നിത്യജീവൻ നിനക്ക് അർഹത ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. ഓഫ്കോഴ്സ് യേശുവിൻ്റെ വിശ്വാസം അത് അടിസ്ഥാനകരമാകട്ടോ. ആ വിശ്വസിച്ചെന്ന് ഏറ്റു പറഞ്ഞിട്ട് പിന്നെ അത് നഷ്ടപ്പെടാം. ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവർ മരുഭൂമിയിൽ മരിച്ചു അല്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ആ യേശുവിലുള്ള വിശ്വാസം ഞാൻ കാത്ത് അങ്ങനെ വേണം മുന്നോട്ട് പോകാനായിട്ട്. കാരണം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ആ ധനവാനും ലാസറസിൻ്റെയും ഉപമയല്ല സത്യം വചനം നോക്കുമ്പോൾ അവിടെ പറയുന്നുണ്ടല്ലേ, ധനവാന് എബ്രാഹിമിനോട് പറയല്ലായിരുന്നോ അല്ലേ, എൻ്റെ പുത്രഭവനത്തിൽ കുറേ സഹോദരന്മാരുണ്ട്, അവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന്. അപ്പോൾ പറഞ്ഞല്ലോ, മോശയും മറ്റു പ്രവാചകന്മാരും മതിയല്ലോ അവർക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്താ, നോ ഫാദർ എബ്രഹാം അല്ലേ, വചനം പറ്റുകയില്ല, അവർക്ക് അത്ഭുതങ്ങളാണ് വേണ്ടത്. ഇന്ന് വിശ്വാസി എന്ന് പറയുന്ന പല വ്യക്തികളും ദൈവത്തിൻ്റെ വചനം വായിക്കാൻ സമയമില്ല. പക്ഷേ അവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റാച്യുവിൽ നിന്ന് കുറച്ച് വെള്ളം വന്നെന്നോ പാല് വന്നെന്നോ മണം വന്നെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ ഓടും. അവിടെ ഒന്നും ഓടേണ്ട ആവശ്യമില്ല. കാരണം അതിനേക്കാളൊക്കെ വലിയ ഒരു രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇവിടെയുണ്ട്. ഈ സത്യം മനസ്സിലാക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത്ഭുതങ്ങൾ തേടുന്ന ഒരു ദുഷ്ടജനമാണെന്ന് പറഞ്ഞാൽ യു ആർ എ പെർവേഴ്സ് ജനറേഷൻ ഹു സീക്കിംഗ് സൈൻസ് പറഞ്ഞാണ്. പിന്നെ യോനയുടെ അല്ലാതെ വേറെ ഒരു അടയാളവും ഇല്ല. യോനയുടെ അടയാളം എന്താണ്? മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. അതല്ലാതെ വേറെ അടയാളമില്ല. അതല്ലാതെ വേറെ നമുക്ക് ഒന്നിൻ്റെയും ആവശ്യവും ഇല്ല. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നമ്മൾ പല വ്യക്തികളും ദൈവത്തിൻ്റെ വചനം എന്നാ പറയുന്നത് അത് വിശ്വസിക്കുന്നില്ല. അത് വളരെ നിസ്സാരമായിട്ട് കണക്കാക്കുകയും എല്ലാം ഒരു കുഴപ്പമില്ല എന്നാ. ഓൾ ഈസ് വെൽ. ഓൾ ഈസ് നോട്ട് വെൽ മൈ ഡിയർ ബ്രദർ, മൈ ഡിയർ സിസ്റ്റർ.
കാരണം എന്താണ്? നീ ദൈവത്തിന് വേണ്ടി നീ നിൻ്റെ ജീവൻ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഓൾ ഇസ് നോട്ട് വെൽ. ബാഹ്യമായിട്ട് നീ നിന്നെ തന്നെ കബളിപ്പിക്കാം, വലിയ കുഴപ്പമില്ല, ഇങ്ങനെ തട്ടിമുട്ടി മതം പറയുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നിത്യജീവൻ അർഹതയുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കള്ളമാണ്. ഹലോ, ഐ വിത്ത് മീ? കാരണം മതം, നിയമം രണ്ടും ഒന്നാണ്. നിയമത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ വചനം ഗലാത്യർക്ക് ലേഖനം 5-ാമത്തെ അധ്യായം ഒന്ന് വായിക്കണം. അത് വായിക്കണം, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നീ നിൻ്റെ നിത്യജീവൻ, നിൻ്റെ രക്ഷ ആ നിയമത്തിലാണ് നീ ആശ്രയിക്കുന്നതെങ്കിൽ നീ ദൈവത്തിൽ നിന്ന്, കൃപയിൽ നിന്ന് നീ വിച്ഛേദിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നിയമത്തിന് നിന്നെ ഒരിക്കലും രക്ഷിക്കുവാൻ പറ്റുകയില്ല. ഗലാത്യർക്ക് ലേഖനം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ശ്രമിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നിയമം പറയുന്ന, ആ മതം പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ പാരമ്പര്യം അനുസരിച്ച് നീ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞാൽ സഹോദര സഹോദരി, അതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ കബളിപ്പ്. കാരണം അതിന് നിന്നെ രക്ഷിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ നീ ആശ്രയിക്കുന്ന ആ നിയമത്തെക്കുറിച്ച് ദൈവം പറയുന്നത് അത് മരണത്തിൻ്റെ ശുശ്രൂഷയാണ്. അത് എന്താണ്? വിധിയുടെ ശുശ്രൂഷയാണ്. ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് ഡെത്ത് ആൻഡ് ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് കോണ്ടംനേഷൻ. കാരണം എന്താണ്? ആ നിയമം അനുസരിച്ചുകൊണ്ടല്ല നീ രക്ഷ പ്രാപിക്കുന്നത്. നീ നിൻ്റെ രക്ഷകനായ യേശുവിനെ നീ ഏറ്റുപറയുമ്പോൾ, അവൻ നിൻ്റെ ജീവിതത്തിൻ്റെ കർത്താവാണെന്നും അവൻ നിൻ്റെ രക്ഷകനാണെന്നും നീ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നിനക്ക് രക്ഷ കിട്ടുന്നത്. അതുകൊണ്ട് നീ സത്യം മനസ്സിലാക്കണം. ഓൾ ഈസ് നോട്ട് വെൽ. ഇന്ന് ഈ സത്യം അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കാത്ത പല വ്യക്തികളോടും അവരുടെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ നിത്യതയൊക്കെ കുറിച്ച് പറയുമ്പോൾ ദർ ഇസ് എ കംപ്ലേസൻസി. ഒരു കുഴപ്പവുമില്ല. എന്താണ്? ഞാൻ അവർ പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഹലോ, അല്ലേ? മതം പറയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു കുറവുമില്ലാതെ. വെള്ളിയാഴ്ച ഇറച്ചി നോക്കുക പോലുമില്ല. ഹലോ, നീ വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടാത്തത് കൊണ്ടല്ല നീ സ്വർഗത്തിൽ പോകുന്നത്. ഹലോ, ഈ സത്യം മനസ്സിലാക്കണം. ഹലോ, നീ ഇറച്ചി കൂട്ടാത്തത് കൊണ്ടോ ഉപവസിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നതോ ഒന്നുമല്ല. യേശുവിനെ അറിഞ്ഞത് ഉപവസിക്കും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. പക്ഷെ അതൊന്നും അല്ല നിന്നെ രക്ഷിക്കുന്നത്. നിന്നെ രക്ഷിക്കുന്നത് നിൻ്റെ രക്ഷകനുമായ ഒരു ബന്ധത്തിലാണ്. ഈ സത്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നടുന്നത് ആ ജീവൻ്റെ, ബിക്കോസ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 10:4 വായിക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി എന്താണെന്നുള്ളത് നോക്കണം. അവർ ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. വായിക്കാമോ അത്? Psalm 10:4. ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ദൈവമില്ല എന്നാകുന്നു അവൻ്റെ നിരൂപണമൊക്കെയും. ആമേൻ. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് the thought a little more expressive. Psalm 10:4 ഇങ്ങനെ പറയുന്നത്: The wicked in his proud countenance does not seek God. നെക്സ്റ്റ് കേൾക്കണം. God is in none of his thoughts. അവൻ്റെ ചിന്തകളിൽ ദൈവത്തിന് സ്ഥാനമില്ല. Are you with me? And he says, and his countenance does not seek God. ദൈവത്തെ കാണുവാനോ അറിയുവാനോ അവന് താല്പര്യമില്ല. അവൻ്റെ ഹൃദയത്തിൽ, മനസ്സിൽ ദൈവത്തിന് സ്ഥാനമില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി എങ്ങനെ രക്ഷ പ്രാപിക്കും? കാരണം അവൻ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവൻ പറയുന്നുണ്ട്. 13-ാമത്തെ വചനം ഒന്ന് വായിക്കുമോ? ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നിന്ദിക്കുന്നതും നീ ചോദിക്കുകയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിന്? ഇംഗ്ലീഷ് വായിക്കാം. Why do the wicked renounce God? He has said in his heart, you will not require an account. നീ എന്നോട് കണക്ക് ചോദിക്കുകയില്ല എന്ന് വിശ്വസിച്ചതുകൊണ്ട് അവൻ എന്താ ചെയ്യുന്നത്? അവൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ദൈവത്തെ നിഷേധിക്കുകയാണ്. സഹോദര, ദൈവം കണക്ക് ചോദിക്കുന്നവനാണ്. ദൈവം കണക്ക് ചോദിക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ താലന്ത് കൊടുത്തിട്ടുണ്ട്, അല്ലേ?
താലന്ത് കൊടുത്തിട്ട് കണക്ക് ചോദിച്ച ദൈവമാണ്. കണക്ക് ചോദിച്ചിട്ട് അത് താലന്ത് വർദ്ധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം കൊടുത്തത്. സഹോദര, ദൈവം കണക്ക് ചോദിക്കുന്ന ദൈവമാണ്. നിനക്ക് തന്നിരിക്കുന്നതെല്ലാം, നിൻ്റെ ജീവൻ, നിൻ്റെ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാം നീ എന്തിന് ഉപയോഗിച്ചു, എങ്ങനെ ഉപയോഗിച്ചു എന്ന് തീർച്ചയായിട്ടും കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മളുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ ചില ബലഹീനത നേരങ്ങളിൽ നമ്മളുടെ മനസ്സിൽ ചില ചിന്തകൾ വരുമായിരിക്കും. ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതെ, ദൈവത്തെ നിഷേധിച്ച് ഈ ലോകത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികൾ എന്തുമാത്രം സുഖത്തിലാണ് ജീവിക്കുന്നത്. ഹലോ, അവർക്ക് ഒരു കുറവുമില്ലല്ലോ. അവർക്ക് ബെൻസ് കാറുണ്ട്, അല്ലേ, 10 ബെഡ്റൂം ഫ്ലാറ്റുണ്ട്. അവർക്ക് ബാഹ്യമായിട്ട് നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ എല്ലാവരെയും അവരെ കെട്ടിപ്പിടിക്കാൻ വരികയാണ്. ഇതൊന്നും നമുക്ക് സംഭവിക്കുന്നില്ലല്ലോ സഹോദര. അത് സാത്താനിൽ നിന്ന് വരുന്നതാണ്. നിൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്യാനായിട്ട് അവൻ ചിന്തയിടുന്നതാണ്. ആ ബെൻസ് കാറും, അല്ല ബെൻസ് കാറൊക്കെ ഉള്ള നല്ലതാണ് കേട്ടോ. ഹലോ, ബെൻസ് കാർ പറ്റുമെങ്കിൽ എല്ലാവരും വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, മറ്റുള്ളവരുടെ സ്വത്ത് കണ്ടിട്ട് അവരെ തന്നെ താഴ്ത്തി വയ്ക്കുക. നോ, ഞാൻ പറയുന്നത് അവരുടെ സ്വത്തല്ല അവരെ രക്ഷിക്കുന്നത്. ഹലോ, അവരെ രക്ഷിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. സ്വത്ത് ഇവിടെ ഇടേണ്ട വരും, അല്ലേ, സ്വത്ത് പോയാലും, അല്ലേ, ജപ്തി വന്നാലും ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ഒരു വിശ്വാസിയാവുമ്പോൾ there must be good counsel coming into your mind. എൻ്റെ ധനമല്ല, ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, മനസ്സമാധാനമാണ്. ആ സമാധാനം ഈസ് മോസ്റ്റ് പ്രഷ്യസ്. ഹല്ലേലൂയ. പിന്നെ അങ്ങനെ ലോകത്തിൽ ജീവിക്കുമ്പോൾ 2 തരത്തിലുള്ള ആളും കാണും, അല്ലേ. നമ്മൾ നോക്കിയിട്ടുണ്ട് ചിലയിടത്തൊക്കെ നോക്കുമ്പോൾ, അല്ലേ, എൻ്റെ അവിടെ ഒരു ടെറസ്, ഒരു പോർച്ചുണ്ട്. പോർച്ചിൽ നിന്ന് ഒരു ചെടി ഇതിൻ്റെ ഇടയിൽ നിന്ന്, അവിടെ സിമെൻറ്റാണ്, ചെടി പറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലും വേരവിടെ ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വളരും. അതേസമയം ഇപ്പുറത്ത് ഒരു ചെടി നട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് വളർന്നു വരുന്നത്, അല്ലേ. നിങ്ങൾക്കത് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും, അല്ലേ, ഈ ലോകത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികൾ തളുത്ത് വരും. നമ്മൾ ഇങ്ങനെ ഉണ്ട്, അവരുമായിട്ട് നോക്കുമ്പോൾ യു വിൽ ഫീൽ വാട്ട് ഈസ് ദ ഡിഫറൻസ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഇല്ലേ, കളയും ദൈവത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ആ ഗോതമ്പ് മണിയുമാണ്. അവസാനം വരുമ്പോൾ ദൈവം പറയുന്നുണ്ട്, ആ കള പറിച്ച് തീയിലിറക്കപ്പെടും. ആ ഗോതമ്പ് മണി കളപ്പുരയിലേക്ക് ശേഖരിക്കും. ഹലോ, പിന്നെ ദൈവത്തിൻ്റെ ഒരു ഉപമ വേറെ പറയുന്നുണ്ട്, മത്സ്യം പിടിക്കുകയാണ്, അതെടുത്തു കഴിഞ്ഞിട്ട് നല്ലത് ദൈവം ആ കൊട്ടയിലേക്ക് എടുക്കും, ബാക്കിയെല്ലാം വലിച്ച് എറിഞ്ഞു കളയും. സി വാട്ട് മാറ്റേഴ്സ്, നമ്മളുടെ അവസാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു പന്തായത്തിൽ തുടക്കമല്ല, ഇറ്റ് ഈസ് നോട്ട് ഹൗ യു ബിഗിൻ ബട്ട് ഹൗ യു എൻഡ്, ദാറ്റ് റിയലി മാറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മളെങ്ങനെയാണ് അവസാനിക്കുന്നത് ഇത് വേണം. പൗലോസ് അപ്പോസ്തലൻ ഒരു അവസാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ. 2 തിമോത്തി ലേഖനത്തിൽ പറയുന്നുണ്ട്, ഐ ഹാവ് ഫോട്ട് എ ഗുഡ് ഫൈറ്റ്, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ റേസ് ആൻഡ് ഐ ഹാവ് കെപ്റ്റ് മൈ ഫെയ്ത്ത്. ദാറ്റ് ഈസ് അവസാനം. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ റേസ്, ഐ ഹാവ് ഫോട്ട് എ ഗുഡ് ഫൈറ്റ് till the last fight, and I have kept my faith throughout. And there is therefore laid up for me a crown of righteousness, which the righteous God will give me. And not only for me, but for everybody who anxiously waits for the coming of the Lord. അവൻ്റെ വരവിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാവർക്കും ആ നീതിയുടെ കിരീടത്തിന് അവകാശമുണ്ട്. ദാറ്റ് ഇസ് വാട്ട് നമ്മൾ ആ റേസ് കംപ്ലീറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് വാട്ട് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് കംപ്ലീറ്റ് ദ റേസ് ഇസ് ഇൻ ഫെയ്ത്ത്. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്താൽ നട്ടവരാണ്. വി ആർ ബോൺ ഓഫ് ദി ഇൻകറപ്റ്റബിൾ സീഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് 1 പത്രോസ് 1-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? 1 Peter 1:23. നശ്വരമായ ബീജത്താലല്ല, അനശ്വരമായതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. Having been born again, not of corruptible seed, but incorruptible,
through the word of God which lives and abides forever. Hello? Which lives and abides forever. നമ്മൾ ആ ദൈവത്തിൻ്റെ ആ ഇൻകറപ്റ്റബിൾ സീഡ് ആയിട്ട് വീണ്ടും ജനിച്ച വ്യക്തികളാണെങ്കിൽ we will live and abide with God forever. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്നിലുള്ള ആ എൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ആ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ഇൻകറപ്റ്റബിൾ വേർഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഐ വിൽ ലിവ് ആൻഡ് അബൈഡ് ഫോർ എവർ വിത്ത് ഗോഡ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ, 25-ാമത്തെ വചനം വായിക്കോ. എന്നാൽ കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു, ഇതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ വചനം. Amen. But the word of the Lord endures forever. Now this is the word which by the gospel was preached to you. This is the word which is being preached to you. You abide in that word. You live by the incorruptible word of God. അതിൽ ആശ്രയിച്ച് നീ ജീവിക്കുകയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം യേശുവാണ്. യേശുവിനെ ആശ്രയിച്ച് നീ ജീവിക്കുകയാണെങ്കിൽ നിൻ്റെ നിത്യത ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും. സോ ലെറ്റ് us നോട്ട് ഒരു നമ്മളെ തന്നെ കബളിപ്പിക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് തുറന്നു വെച്ച് ബലഹീനതകൾ ഏറ്റുപറയണം. ദൈവത്തിൻ്റെ വചനം 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ, ഇഫ് യു കൺഫെസ് യുവർ സിൻസ്, നമ്മളുടെ ബലഹീനതകൾ ഏറ്റുപറയുകയാണെങ്കിൽ ഹി വിൽ സ്ട്രെങ്തൻ യു, ഹി വിൽ ഫൊർഗീവ് യു യുവർ സിൻസ് ആൻഡ് ക്ലെൻസ് യു ഫ്രം ഓൾ അൺറൈച്ചസ്. അതുപോലെ തന്നെ നമ്മളുടെ ബലഹീനതകൾ ഏറ്റുപറയുമ്പോൾ നമ്മളുടെ ബലഹീനതയിൽ അവൻ്റെ ശക്തി പ്രകടമാകും. കൃപയാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. കൃപ വ്യാപരിക്കും. Are you with me? അങ്ങനെ നമ്മൾ ഒരു ഹോണസ്റ്റ് ആയിരിക്കണം. ലെറ്റ് us ബി ഹോണസ്റ്റ്. കാരണം നമുക്കറിയാം, ദൈവത്തിന് അറിയാം, എന്നെയും നിങ്ങളെയും 100% ത്രൂ ആൻഡ് ത്രൂ അറിയാം ദൈവത്തിന്. അതുകൊണ്ട് ലെറ്റ് us ബി ഹോണസ്റ്റ്. ലെറ്റ് us കൺഫെസ് ബിഫോർ ഹിം ബലഹീനതകളും തെറ്റുകളും കുറവുകളും പാപങ്ങളും എല്ലാം. Then he will give you the ability to overcome all that, so that you will lead a life of righteousness. ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ശ്രമിക്കാം. കാരണം നമ്മൾ വി മസ്റ്റ്, ലൈക്ക് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വി മസ്റ്റ് ഗോ ഫ്രം ഗ്ലോറി ആൻഡ് ടു ഗ്ലോറി, ലിവ് ബൈ ഫെയ്ത്ത് ആൻഡ് ടു ഫെയ്ത്ത്. അങ്ങനെ ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളായിരിക്കണം. സോ ദാറ്റ് വെൻ ഹി കംസ് യു വിൽ ബി ക്വാളിഫൈഡ് ടു ഗോ വിത്ത് ഹിം. ഹല്ലേലൂയ. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. രോഗിയാ ഞാൻ തളർന്നാലും, ദേഹമെല്ലാം ക്ഷയിച്ചാലും, രോഗിയാ ഞാൻ തളർന്നാലും, ദേഹമെല്ലാം ക്ഷയിച്ചാലും, ആണികളാൽ മുറിവേറ്റ പാപികളാൽ സുഖമേകി, ആണികളാൽ മുറിവേറ്റ പാപികളാൽ സുഖമേകി. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. വാക്കു തന്നോർ മാറുകില്ല, വാഗ്ദത്തങ്ങൾ പാലിച്ചിടും.
സഞ്ചാരി ഭയപ്പെടേണ്ട, യാകുന്ന ദൈവം കൂടെയുണ്ട്. ആശ്രയറ്റ ഈ ഉലകിൽ ആശ്രയിപ്പാൻ പോകരുതേ, ആശ്രയറ്റ ഈ ഉലകിൽ ആശ്രയിപ്പാൻ പോകരുതേ, ആശ്രയിപ്പാൻ